ഹലോ ഹാപ്പി ന്യൂ ഇയർ ടു എവ്രി വൺ. എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നലെ ജാനുവരി 1 പബ്ലിക് ഹോളിഡേ ആണ്. പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ പേ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആരും മിസ്സാക്കാറില്ല. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് എല്ലാവരും പബ്ലിക് ഹോളിഡേയ്സിന് വർക്ക് ചെയ്യും. അപ്പോൾ ഞാനും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ ഞാൻ ഇന്നലെ പ്ലേ സെൻറ്ററിൽ ചെന്നിട്ട് നമ്മൾ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യാണ്. അതിൻ്റെ ഇടയിൽ ഒരു പാരൻറ്റ് വന്നിട്ട് നമ്മളോട് ഹൂ മെയ്ഡ് ദിസ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ കോഫി അത് ഞാനാണ് പ്രിപ്പയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് ഞാൻ പാനിക്കായി, എന്തിനാണെന്നാവോ അങ്ങനെ ചോദിക്കുന്നത് എന്നുള്ളത്. കാരണം പുള്ളി അങ്ങനെ ചിരിച്ചുകൊണ്ടല്ല ചോദിച്ചത്, ഹൂ മെയ്ഡ് ദിസ് അങ്ങനെയല്ല ചോദിച്ചത്, ഹൂ മെയ്ഡ് ദിസ്, ഹലോ ഹൂ മെയ്ഡ് ദിസ് അങ്ങനെ ചോദിച്ചു. ഞാൻ കുറേ നേരം ഇങ്ങനെ ഒരു 2 മിനിറ്റോ 2 സെക്കൻഡോ എന്തൊക്കെയോ നെഞ്ചുവേദന ഉണ്ടായിരുന്നു, തലവേദന ഉണ്ടായിരുന്നു, എന്തൊക്കെയോ തോന്നുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് പുള്ളി ഇങ്ങനെ ഹലോ എന്ന് ചോദിച്ചു. ഞാനപ്പോൾ ഓക്കെ ഓൾ സെറ്റ്. ഞാനിങ്ങനെ പറയാം, ഞാനാണ് ഉണ്ടാക്കിയത്, എന്തെങ്കിലും കംപ്ലയിൻ്റ് ആണെങ്കിൽ പ്ലീസ് മാനേജറിൻ്റെ അടുത്ത് പോയി പറഞ്ഞാൽ മതി എന്നാണ്. കാരണം ഐ വാസ് ഷുവർ ദാറ്റ് ഹീ വോണ്ട്സ് ടു കംപ്ലയിൻറ്റ് എന്നുള്ളത്. ഞാൻ പെട്ടെന്ന് പാനിക്കായി. ഞാനിങ്ങനെ ഓക്കെ ഞാനാണെന്ന് പറയാം എന്നുള്ള ഒരു രീതിയിൽ ഞാനിങ്ങനെ പറഞ്ഞു ഞാനാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും പുള്ളി എൻ്റെ കയ്യിലൊരു $10 കൈ വെച്ചിട്ട് പറഞ്ഞു ഹാപ്പി ന്യൂ ഇയർ ഡിയർ എന്ന്. ഞാനൊന്ന് ശരിക്കും പേടിച്ചു. ഞാനിങ്ങനെ ഇത് പറയാനാണ് ഇത്ര ബിൽഡപ്പ് ഇട്ടത് എന്നായിരുന്നു എൻ്റെ തോട്ട്. അപ്പോഴേക്കും പുള്ളി പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട്, ഐ ലൈക്ക് ഇറ്റ്, ഐ റിയലി എൻജോയ്ഡ് ഇറ്റ് എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ഓ ദാറ്റ്സ് ഗുഡ്, ഐ വാസ് അപ്രിഷ്യേറ്റഡ് ഓൺ Jan 1, 2026. സോ ഇറ്റ്സ് ഗുഡ് ബിഗിനിങ് എന്നൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഐ വാസ് സോ ഹാപ്പി. അപ്പം നല്ലൊരു വർഷമാവട്ടെ എല്ലാവർക്കും 2026 എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ.